ഞാനിന്നിവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളതാണ്. നമ്മളെല്ലാവരും കേട്ട ഒരു വേർഡാണ് ലീഡർഷിപ്പ്, ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാവരും ലീഡേഴ്സ് ആണ്. ഒന്നുകിൽ നമ്മളെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയിൽ. ഇതിലൊക്കെ എന്തെങ്കിലും ഒരു 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 ലീഡിങ് പൊസിഷനിലുള്ള ആളുകളായിരിക്കും നമ്മൾ. എന്നിരുന്നാലും നമുക്ക് എന്താണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും നമ്മളിങ്ങനെ റിസർച്ച് നടത്തിക്കൊണ്ടും പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ എൻ്റെ ഒരു ലൈഫില് ഒരു ലാസ്റ്റ് ഒരു 6 years ഓർ 7 years ഓഫ് ലൈഫില് എനിക്ക് ഇതിൽ ഈ എന്താണ് ലീഡർഷിപ്പ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രയോജനം കിട്ടുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇടുന്നത്. ഒന്നാമത്തെ കാര്യം, പിന്നെ ലീഡർഷിപ്പ് എന്നുള്ളത് ശരിക്കും ഒരു പാഷനാണ്. എന്തൊരു കാര്യത്തിലും എന്ത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഒരാൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് മാറും. കാരണം നമ്മളായിരിക്കും അടുത്ത ആളുകൾക്ക് നമ്മളുടെ വർക്കുകളെ കുറിച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ അതൊരു ക്വാളിറ്റി ആയിട്ട് മാറും. അപ്പൊ എനിക്ക് ഭയങ്കര പാഷനായിരുന്നു ഈ ഒരു ലീഡർഷിപ്പ്, എന്താണ് ലീഡർഷിപ്പ് എന്ന് പഠിക്കാനും, ലീഡേഴ്സിനെ കാണാനും, അവരെ ഒബ്സർവ് ചെയ്യാനും, ഹൗ ദേ ആർ ആക്ടിങ് അല്ലെങ്കിൽ ഹൗ ദേ ആർ ഡീലിംഗ് വിത്ത് പീപ്പിൾ എന്നുള്ള സംഗതികളെ കുറിച്ച് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ റിസർച്ച് ചെയ്തപ്പോ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ എന്താണ് ലീഡർഷിപ്പ് എന്നുള്ളതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എനിക്കറിയുന്ന കാര്യങ്ങളൊന്ന് പങ്കുവെക്കാനും തോന്നി. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ലീഡർഷിപ്പ് പറയാൻ കാരണം എന്താ വെച്ചാൽ ഏതൊരു പ്രസ്ഥാനത്തിന്റെയും ഏതൊരു ഒരു ചെറിയ പ്രസ്ഥാനമാണെങ്കിലും വലിയ രാജ്യമാണെങ്കിലും അതിന്റെ പിന്നെ റൈസ് ആൻഡ് ഫാൾസ് മുഴുവൻ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കും. ഏറ്റവും നല്ല ലീഡേഴ്സ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പ് തന്നെ കുറെ ഉദാഹരണങ്ങളുണ്ട്. ഒരു ലീഡറിന്റെ എന്താണ് അവരുടെ തോട്ട് പ്രോസസ്സ്, ഇതൊക്കെ ആ രാജ്യത്തെ അല്ലെങ്കിൽ അയാളുടെ അണ്ടറിലുള്ള ആളുകളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. ഓക്കെ, അപ്പൊ ഓൾ ഓവർ ദി വേൾഡ് തന്നെ പ്രത്യേകിച്ച് ഈ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എത്രത്തോളം പിന്നെ ആവശ്യമായി വരുന്നുവെന്ന്. നമുക്ക് ഞാൻ ഇനി പേരെടുത്ത് പറയുന്നില്ല എങ്കിലും പല രാജ്യങ്ങളുടെയും പല പിന്നെ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ലീഡേഴ്സിന്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും ആ ഒരു രാജ്യത്തിന്റെ റൈസ് ആൻഡ് ഫാൾസ്. ഓക്കെ, നമ്മുടെ മുമ്പിൽ കുറെ ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, പെട്ടെന്ന് നമ്മുടെ പോയിന്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോ ആ ഒരു സംഗതി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഒരു 5 ലെവൽ ഓഫ് ലീഡർഷിപ്പ് എന്താ പറയാ ഗെയിം പ്ലാൻ ഒരു ലൈഫിൽ നമുക്ക് തന്നെ ഒരു 5 ലെവൽസ് ഉള്ള ഒരു പിന്നെ ലീഡർഷിപ്പ് ഗെയിം പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓരോ ലെവൽസും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഒരു കാര്യം പറഞ്ഞാല് ഈ പിന്നെ ലീഡർഷിപ്പ് ഇപ്പൊ നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ട് ലീഡർഷിപ്പ് എന്നുള്ള സാധനം ഞാൻ ഡിസ്കസ് ചെയ്യുന്നു. അതായത് ഏതൊരു പ്രസ്ഥാനത്തിന്റെയും, ഒരു കമ്പനി ആവട്ടെ, ഒരു ബിസിനസ് ആവട്ടെ, ഒരു പിന്നെ ഒരു ഫാമിലി ലൈഫ് ആവട്ടെ, ഒരു രാജ്യമാവട്ടെ, ഇതിന്റെ ഒക്കെ ക്വാളിറ്റി, റൈസ് ആൻഡ് ഫാൾസ്, ഉയർച്ചയും താഴ്ചകളും ഉണ്ടാകുന്നത് ഈ ഒരു പ്രത്യേക പോയിന്റിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അതിലൊന്ന് റിസർച്ച് നടത്താം എന്ന് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന 5 ലെവൽ ഓഫ് ലീഡർഷിപ്പിനെ കുറിച്ചാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കുക, വാട്ട് ഇസ് ലീഡർഷിപ്പ്? എന്താണ് ലീഡർഷിപ്പ്? എന്താണ് ഒരു നേതൃത്വ ഗുണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് ആൻസർ കിട്ടിയില്ല. എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, എന്താണ് ലീഡർഷിപ്പ്? ലീഡർഷിപ്പിനെ നിങ്ങൾ എങ്ങനെ നിർവചിക്കുന്നു? ലീഡർഷിപ്പ് എങ്ങനെ ആക്ട് ചെയ്യുന്നു? എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് അതിന്റെ ആൻസർ കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പോ ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരാളോട് ഞാൻ ചോദിച്ചു എന്താണ് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻസ് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലുണ്ടാവുന്ന 1-2 ആൻസേഴ്സ് പറയാം. എനിക്ക് കിട്ടിയ ആൻസർ ഒന്ന്, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നത് ബൈ പൊസിഷൻ. ഞാനൊരു മന്ത്രി ആയാൽ, അല്ലെങ്കിൽ ഞാൻ ഒരു സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാൽ, അപ്പൊ ഉണ്ടാവുന്ന ഒരു പവറാണ്
ലീഡർഷിപ്പ് എന്നുള്ളതാണ് ഒരു കൂട്ടം ആളുകൾ. ആക്ച്വലി അത് ബൈ പൊസിഷൻ കിട്ടാം, പക്ഷെ അത് ഒരിക്കലും ലീഡർ എന്നുള്ള രീതിയിലാവില്ല. ലീഡർ ആൻഡ് ഒരു ബോസ് ആൻഡ് സബോർഡിനേറ്റ്സ് എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ചില ആളുകൾ ഇങ്ങനെ പറയും എനിക്ക് ലീഡർഷിപ്പ് എന്താണെന്നറിയില്ല, പക്ഷെ എനിക്ക് കണ്ടാൽ അറിയാം ഹു ഇസ് ദ ലീഡർ. എനിക്ക് അവരുടെ ആക്ടിങ് എന്താണ്, അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അറിയാം. ഓക്കെ, ഇത്തരത്തിലുള്ള ആൻസറുകളും ഉള്ള ആളുകളുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ലീഡർഷിപ്പ് ഈസ് ആക്ച്വലി ഇൻഫ്ലുവൻസ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇൻഫ്ലുവൻസ് ആണ്. നമുക്ക് എത്ര പേരിലേക്ക് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നു, അവരുടെ ലൈഫ് ചേഞ്ചർ ആവാൻ വേണ്ടിയിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നു. നമുക്ക് ഇന്ത്യൻ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ, ഇന്ത്യൻ സാഹചര്യം ഓൾ ഓവർ ദി വേൾഡ് സാഹചര്യം ഇപ്പൊ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. എത്രത്തോളം എന്ത് രൂപത്തിലാണ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിയുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ഒരു സിമ്പിൾ പോയിന്റ് പറഞ്ഞാൽ, ഒരു ലീഡർഷിപ്പ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഒരു മനുഷ്യന് എത്ര പേരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും ആ ലീഡർഷിപ്പിനെ ഞാൻ മനസ്സിലാക്കി. ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ആ ഒരു കപ്പാസിറ്റി, എഫക്റ്റീവായിട്ട് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും എ ഗ്രേറ്റ് ലീഡർ. ഇതാണ് ഇതുവരെയുള്ള ഈ ഒരു പഠനങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇതിനെ ഒരു 5 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ 5 ഭാഗങ്ങളെ തരംതിരിച്ച്, അതായത് എഫക്റ്റീവായിട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ യു ക്യാൻ ഫോളോ മീ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോകളിലായിട്ട് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലുകൾ കൃത്യമായിട്ട് വരും. ഫോളോ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അതിൽ തരാം. താങ്ക് യു സോ മച്ച്.